ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ ഇവിടുന്ന്. ഓടിക്കോ. എന്നെ പിടിച്ച് ആരെങ്കിലും രക്ഷപ്പെടുത്തേ, രക്ഷപ്പെടുത്തേ, എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തേ. എന്നെ വലിച്ചെറിയുന്നതിന് മുമ്പ് ഞാൻ തന്നെ ചാടിക്കൊള്ളാമേ. ഞാൻ വരുന്നു. ആരെങ്കിലും രക്ഷപ്പെടുത്ത്. ലഡു സിംഗ് സാറേ, കഴുകന്റെ ശല്യം കടലിലാകെ കൂടി വരികയാണല്ലോ. എന്താ അത്? ഓയിൽ കൊണ്ടുപോണ ഷിപ്പിന്റെ പുറത്താണ് വൾച്ചറിന്റെ അഭ്യാസം കാണാനായത്. ഒന്ന് എണീറ്റേ സാറേ. എനിക്ക് ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും ശരി, അതിനെ പിടിക്കാൻ ഞാൻ തന്നെ അങ്ങോട്ട് പോയിരിക്കും. എന്ത് വന്നാലും ആ കഴുകിനെ ഞാൻ പിടിച്ച് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ ഏൽപ്പിക്കും. വൾച്ചർ വന്നു കഴിഞ്ഞേ. ലഡു സിംഗ് സാറേ, ഒന്ന് മുകളിലേക്ക് നോക്ക്. വൾച്ചർ വന്നു, വേഗം തന്നെ പിടിക്ക. പെടറാം, പോലീസിനെ വിളിക്ക്, പോലീസിനെ വിവരം അറിയിക്ക്. പോലീസ് വേണ്ട വേണ്ട, എന്നെ പിടിക്കല്ല, എന്നെ വിട്ടേക്ക്. വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്. പോലീസ് എന്നെ രക്ഷിക്കണേ, എന്നെ വിട്ടേക്ക്. എന്നെ വിട്, എന്നെ വിടാനല്ല പറഞ്ഞേ. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ശിവ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. എന്നെ വിട്, എന്നെ വിടാനല്ല പറഞ്ഞേ. രക്ഷിക്കണേ. വേണ്ട വേണ്ട വേണ്ട. ശിവ, നീ എന്താ എന്റെ മേത്തേക്ക് എറിയുന്നേ? ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ ശിവ. എന്റെ ഉടയ തമ്പുരാനെ, എന്നെ ഒന്ന് രക്ഷിക്കണേ. നിങ്ങൾ എല്ലാരും കണ്ടല്ലോ ഈ ലഡ്ഡു സിംഗിന്റെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ പെർഫെക്റ്റ് ലാൻഡിംഗ്. മനസ്സും ബുദ്ധിയും എപ്പോഴും ഒരുപോലെ തന്നെ പ്രവർത്തിക്കണേ, അത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ ലഡു സിംഗ് സാറേ, ഇത് താങ്കളുടെ ബാലൻസ് അല്ല, വേറെ ആരുടെയോ ടാലന്റ് ആയിരുന്നു. ഒന്ന് മുകളിലേക്ക് നോക്കൂ. ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാനിപ്പോ ഇവരോട് നിന്റെ ധൈര്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു ശിവ, നീ കൃത്യസമയത്ത് വന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ.
കുട്ടിയെ ഒരിക്കലും വെറുതെ വിടില്ല. അവൻ എന്റെ എല്ലാ പ്ലാനും തരിപ്പണമാക്കി കളഞ്ഞു. ഇതിരാജിന്റെ ശിരസിൽ കിരീടമില്ലെങ്കിൽ എന്താ, പക്ഷേ ഭരണം ഇവിടെ ഇതിരാജിന്റെ മാത്രമായിരിക്കും. ഈ കുട്ടി ഇതിരാജിന് വളരെയധികം കോപമുണ്ടാക്കി വെച്ചു. ഈ കുട്ടി എങ്ങനെയാണ് ഇത്രയും വലിയ വൾച്ചറിനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തത്? എങ്ങനെയാണ് ഒന്നൊന്നായിട്ട് ഈ ബോളുകൾ ഫയർ ചെയ്തുകൊണ്ടിരുന്നത്? സൈക്കിൾ പ്ലെയിൻ പോലെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ മുഖത്ത് പേടിയുടെ ഒരു അംശം പോലും ഇല്ലായിരുന്നു. ഓ, ഇവന്റെ ഫുൾ ഇൻഫർമേഷൻ എന്റെ അടുത്ത് കൊണ്ടുപോവാ. ഈ കുട്ടി നമ്മുടെ വഴിയിലെ ഒരു തടസ്സമാകാൻ സാധ്യതയുണ്ട്. ബോസേ, ആ പറഞ്ഞത് ഏത് വഴിയാ? ഞാൻ വളർത്തിയ എന്റെ ഗിദ്ദുവിനെ ഉപയോഗിച്ച് ഈ മുഴുവൻ സീറൂട്ടും എന്റെ കൈക്കൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ജയന്റ് വൾച്ചർ ആണെന്ന്. എന്നാൽ നാട്ടുകാർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും ഇവൻ എന്റെ അടിമയായ വൾച്ചറാണെന്ന്. പിന്നെ ആർക്കൊക്കെ സീറൂട്ട് യൂസ് ചെയ്യണമോ അവരെനിക്ക് പണം തന്നേ പറ്റൂ. ആ സീറൂട്ടിന് ഞാൻ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അതിനുള്ള കാശ് അവരിൽ നിന്ന് ഈടാക്കും. ഇത്രയും വലിയ വൾച്ചർ എവിടെന്നാ വന്നത്? അത് മാത്രമല്ല, അത് ഓയിൽ ടാങ്ക് മാത്രമാണ് അത് അറ്റാക്ക് ചെയ്യുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊക്കെ ആയാലും ശരി, ഇതിന്റെ പുറകെ ആരാന്ന് കണ്ടുപിടിക്കണം. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. അടുത്ത തവണ ഈ ഓയിൽ ടാങ്കിന്റെ അടുത്തേക്ക് പോകുമ്പോ നമ്മൾ എങ്ങനെയെങ്കിലും ട്രാപ്പ് സെറ്റ് ചെയ്യണം. ഞാൻ ലഡു സിംഗ് സാറിനോട് ഈ കാര്യം പറഞ്ഞേക്കാം. ലഡ്ഡു സിംഗിന് എല്ലാം നന്നായിട്ട് അറിയാന്നേ. ലഡു സിംഗ് സർ, നിങ്ങൾ ഇവിടെ? അത് പിന്നെ ഞാൻ ഈ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ആലോചിച്ചു എന്റെ പ്ലാനിനെ കുറിച്ച് നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോകാമല്ലോന്ന്. സത്യം പറയാണെങ്കിൽ ഞാനും ഈ പ്ലാൻ തന്നെ ആലോചിച്ച ശിവ. ലഡു സിംഗ് സർ, നിങ്ങൾ ആലോചിച്ചത് വളരെ ശരിയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോഴാണ് അതും ആലോചിച്ചത്. ലഡു സിംഗ് സർ, എല്ലാ ഡമ്മീസും നമ്മൾ ഈ നെറ്റിന്റെ താഴെ വേണം വെക്കാൻ. വൾച്ചറിനെയൊക്കെ പിടികൂടാൻ വരുമ്പോ അതിന്റെ കാലുകൾ നെറ്റിയിൽ കുടുങ്ങും. നമുക്ക് അതിനെ പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ എല്ലാവരും എത്ര പെട്ടെന്ന് അകത്തേക്ക് കയറാൻ നോക്കൂ. പേടാറാം, അതിങ്ങോട്ടും കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ. വേണ്ട, ഞങ്ങളെ ഒന്നും ചെയ്തേക്കല്ലേ പ്ലീസ്. ഞാൻ സത്യം ചെയ്യുന്നു, നിനക്ക് ആരും ഒരു ശിക്ഷയും തരില്ല. സാറേ, എന്തിനാ ഈ മണ്ടത്തരൊക്കെ വിളിച്ചു പറയുന്നത്? തെറ്റ് ചെയ്താൽ ശിക്ഷ കൊടുക്കാൻ നിങ്ങൾക്കല്ലെങ്കിലും അധികാരമൊന്നുമില്ലല്ലോ. രക്ഷപ്പെട്ടു പേടാറാം, നമ്മള് രക്ഷപ്പെട്ടു. നമ്മുടെ കഥ തീർന്നു പേടാറാം, ഇന്നത്തോടെ നമ്മുടെ കഥ തീർന്നു. അത് നമ്മളെ കണ്ടു. ഹലോ, ഇവിടെ. ശിവ, ഞാനിത് വന്നുകൊണ്ടിരിക്കുന്നു. സാറേ, എങ്ങോട്ടായി സാർ പോണത്? ശിവേനെ രക്ഷിക്കാൻ ആരും വേണ്ട, അവൻ സ്വയം രക്ഷപ്പെട്ടുള്ളൂ. അല്ല, വൾച്ചറിന്റെ മുകളിൽ എന്തോ ഒന്ന് കാണുന്നുണ്ടല്ലോ. അതായത് എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയ വൾച്ചറിന്റെ മുകളിൽ ഒരു ചെറിയ വൾച്ചർ ഇരിക്കുന്ന പോലെ. എന്തായാലും ഒന്ന് നോക്കിക്കളയാം.
നോ, ഒരു വലിയ വൾച്ചറിന്റെ മുകളിൽ ഒരു മനുഷ്യനാണ് വൾച്ചറിന്റെ രൂപത്തിൽ നിൽക്കുന്നത്. ഇയാളെ ശരിക്കും ആരും കാണുകയില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ വലിയ വൾച്ചറിനെ ഇയാളാണ് കൺട്രോൾ ചെയ്യുന്നത്. ശിവ, അപ്പോ ഈ നടക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ഇയാളായിരിക്കും ശരിക്കും കാരണക്കാരനല്ലേ? എല്ലാവരും ജെയിൻ വൾച്ചർ യൂസ് ചെയ്തിട്ട് പേടിപ്പിക്കുന്നു. എക്സാക്ട്ലി. ഇപ്പോഴാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായത്. അവൻ ഒരിക്കലും ഈ ലഡ്ഡു സിംഗിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ അവനെ എങ്ങനെ പിടിക്കും? അവൻ എവിടെ നിന്നാ വരുന്ന, എങ്ങോട്ടാ പോകുന്നതൊന്നും അറിയുന്നില്ല. ലഡ്ഡു സിംഗ് സർ, ഇനി ഇത്തവണ അത് രക്ഷപ്പെടില്ല. ശരിക്കും അതിന്റെ മോട്ടീവ് ഓയിൽ ടാങ്കുകളെ മോഷ്ടിക്കുന്നതാണ്. ഓയിൽ ടാങ്ക് യൂസ് ചെയ്തിട്ട് വേണം അതിനെ പിടികൂടാൻ. നമ്മൾ ആരോടും ഒന്നും പറയാതെ ടാങ്കിന്റെ അടുത്തേക്ക് പോണം. ഓ അതെ അതെ ശിവ, ഞാനും ഇതെന്നെ പറയാൻ വന്നത്. വാ നമുക്ക് പോകാം. ഒറ്റ തവണ അവൻ എന്റെ കയ്യിൽ വന്ന് പെട്ടാൽ അവനെ ഞാൻ ഇടിച്ചിടിച്ച് പഞ്ചറാക്കി അവന് ഒരിക്കലും നടക്കാൻ പറ്റാത്ത രൂപത്തിലാക്കും. അങ്ങനെ ചെയ്യല്ല ലഡ്ഡു സിംഗ് സർ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവരുടെ രഹസ്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിനെ നമ്മൾ വിട്ടേ പറ്റൂ. നമ്മൾ ആ വൾച്ചറിനെ ശ്രദ്ധിക്കണം. എപ്പ വേറെ ആൾക്കാരെന്നെ പേടിക്കുന്നു, അതുവരെ എന്റെ കാര്യം നടക്കും. ഗിദ്ദു, നീ ഇവിടെ കുറച്ചു നേരം വിശ്രമിക്ക്. ഞാനൊന്ന് അകത്തു പോയിട്ട് വരാം. ഇത് കണ്ടില്ലേ, ഇവിടെ മുഴുവനും ഓയിലിന്റെ സ്റ്റേഷൻ ആണല്ലോ. എനിക്ക് പേടിയായിട്ട് വയ്യ. പിന്നെ ഞാൻ പേടിക്കുമ്പോ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര വിശപ്പും വരും. ഹലോ, കുഴപ്പമില്ല കുട്ടികളെ, നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ ഇവിടെ ഞങ്ങളുണ്ടല്ലോ. നന്നായി, നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന്. കുറെ ആയി ഒളിച്ചുകളികൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഇതിരാജിന്റെ ശിരസിൽ കിരീടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പക്ഷെ ആ ഭരണം ഇതിരാജിന്റെ മാത്രമായിരിക്കും. വളരെ കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ എന്നെ വളരെയധികം വീർപ്പ് മുട്ടിച്ചിരിക്കുന്നു. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. എനിക്കറിയാം നിന്റെ പേര് ശിവ എന്നാണെന്ന്. ഞാൻ നിന്നെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിരാജ് അങ്കിൾ, നിങ്ങൾക്കറിയില്ലേ അനിമൽസിനെ എങ്ങനെ യൂസ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന്? അതുമല്ലാതെ ഇത്രയും വലിയ വൾച്ചർ എവിടുന്നാ കിട്ടിയത്? യഥാർത്ഥത്തിൽ എനിക്ക് നിന്നോട് ഇതൊന്നും പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഇനിയിപ്പൊ നിനക്ക് അറിഞ്ഞേ തീരുവെങ്കിൽ ഞാൻ പറയാം. ഈ തരത്തിലുള്ള കഴുകന്മാര് വൾച്ചർ മൗണ്ടനിലാണ് ഉണ്ടാവാറുള്ളത്. ആർക്കും ഇതിനെപ്പറ്റി ഒരു വിവരവുമില്ല. എന്റെ ഗിദ്ദു വളരെ ചെറുതായിരുന്നപ്പോൾ ഞാൻ ഇതിനെ കൊണ്ടുവന്നതാ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇവന് സംരക്ഷണം നൽകി ഭക്ഷണം കൊടുത്ത് ഇത്രയും വലുതാക്കി. ഇതിനെ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് നോക്കിയത്. അങ്ങനെ വളർത്തിട്ട് എന്ത് പ്രയോജനമോ ഉള്ളത്? നിങ്ങളുടെ തെറ്റായ പ്രവൃത്തികൾക്ക് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. വളരെയധികം സംസാരിക്കുന്നു ശിവ. ഇവരെല്ലാരും പിടിച്ചു വെക്കൂ. ശിവ, നീ ഒന്നിനെ കുറിച്ചും വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. സാറിന് ശിവനടുത്ത് ഒരു കാര്യം പറയണ്ടേ? ശിവ, ഞാനിതാ വന്നുകൊണ്ടിരിക്കുന്നു.
ശിവ, അയാൾ കടന്നു കളയുന്നു. എന്തിനാ എന്നെ മാത്രം എപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കുന്ന? അങ്കിൾ, ഇങ്ങനെ ദൂരെ നിന്ന് എത്ര നേരം എന്ന് വെച്ചാ ഫൈറ്റ് ചെയ്യാ. പാവപ്പെട്ട പക്ഷി എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്. എത്തിരാജ് അങ്കിൾ, ഇനി നിങ്ങൾക്ക് ജയിലിൽ പോയേ പറ്റൂ. അത് മാത്രല്ലാതെ ഗിദ്ദു അവന്റെ കൂട്ടുകാരുടെ ഒപ്പം തന്നെ പൊയ്ക്കോട്ടെ. അത് കണ്ടില്ലേ, പരസ്പരം കണ്ടതുകൊണ്ട് അവർ എത്ര സന്തോഷത്തിലാണെന്ന്. ശരി ഗിദ്ദു, നിനക്ക് സത്യമായിട്ടും പോണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ശ്രദ്ധിച്ച് ജീവിക്കണം. യു ആർ ഫ്രീ. ഫ്രീ, മനസ്സിലായോ? ഫ്രീ, ഗോ ഗോ, ഫ്രീ ഗോ. Watch India's largest kids library only on Jio Hotstar. Download the app now.